മുറ്റത്തെ കിളിക്കൂട്ടിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നിധിയുടെ അച്ഛൻ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞ നിധി ഭയങ്കര കരച്ചിലാണ്. കരഞ്ഞാണ്ട് സുധീഷിനെയും വിളിച്ചുകൊണ്ട് നിധിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. നിധിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പം തന്നെ നിധി ഇവിടെ ചെന്നിറങ്ങുമ്പോൾ തന്നെ ആ കൂടി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഓരോന്ന് പറയുകയാണ്. ഇത്രയും നന്നായിട്ട് വളർത്തിയിട്ട് ഇവളിങ്ങനെ പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് നിധി എല്ലാവരും കുറ്റപ്പെടുത്തിയാണ്. അപ്പോൾ സുധീഷ് പറയാണ്, നീ ഇതൊന്നും കേൾക്കാൻ നിൽക്കണ്ട, അകത്തേക്ക് പോകാം, അച്ഛൻ്റെ വിവരം അറിയാം എന്ന് പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറുകയാണ്. കയറുമ്പം തന്നെ അരുൺ വരുന്നുണ്ട്. നിധിയുടെ ആങ്ങളെയും വരികയാണ്. നീ എന്തിനാ ഇപ്പം വന്നേ? എനിക്ക് അച്ഛനെ ഒന്ന് കാണണം, അച്ഛനെ ഒന്ന് കണ്ടാൽ മതി. നീ എന്തിനാ അച്ഛൻ്റെ കാര്യം അറിയുന്നത്? നിനക്ക് ഞങ്ങളാരെയും വേണ്ടാത്തതുകൊണ്ടല്ലേ പോയത്? അതുപോലെ തന്നെ ആ മനുഷ്യന് ഇപ്പം ഇച്ചിരി ജീവൻ ബാക്കിടപ്പുണ്ട്, അതും കൂടെ കളയാനാണോ നീ വന്നേ എന്ന് ചോദിക്കുകയാണ്. സുധീഷ് പറയാണ്, ഒന്ന് കണ്ടോട്ടെ. അപ്പോഴത്തേക്ക് സുധീഷിനെ നീ ആരാടാ പറയാനെന്നും പറഞ്ഞ് അരുൺ സുധീഷിനെ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. സുധീഷ് തിരിച്ചടിച്ചിട്ട് പറയുക, എത്ര ദിവസമുണ്ട് ഈ ഇങ്ങനെ തുടങ്ങിയിട്ട്, ക്ഷമിക്കുന്നതിനൊരു പരിധിയില്ലേ എന്നും പറഞ്ഞ് തിരിച്ച് പ്രതികരിക്കുന്നുണ്ട്. അങ്ങനെ നിധി പറയാണ്, ഞാനൊന്ന് കണ്ടാൽ മതി എന്ന് പറയണം. അപ്പം നീ കാണത്തില്ല, നീ ഇനി ഈ വീട്ടിൽ കയറിപ്പോലെന്ന് പറയണം. അപ്പം കൂടെ നിന്നൊരാൾ പറയാണ്, കുട്ടി താൻ എന്ത് പണിയാണ് ഈ കാണിച്ചത്? അത്രയും വേദന സഹിക്കാൻ വയ്യാത്തോണ്ടല്ലേ രാജീവ് അങ്ങനെ ചെയ്തത്? അപ്പോൾ എത്ത് നന്നായിട്ട് വളർത്തിയതാണ്, എന്താ കുട്ടി അങ്ങനെ ചെയ്തത്? അരുൺ പറയുന്നതെല്ലാം ശരിയല്ലേ എന്നും പറയുന്നുണ്ട്. മര്യാദയ്ക്ക് ഇവിടുന്ന് പോന്നോണം എന്ന് പറയണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും പിടിവലിയാവുന്നുണ്ട്. അവസാനം നിധിയും സുധീഷും കൂടെ പോവാനായിട്ട് ജീപ്പിൽ കയറാൻ വരുന്നു സൂര്യ വന്നിട്ട്, ആഹാ നിധി, നീ എന്തിനാ വന്നത്? നീ എൻ്റെ കൂടെ വാ, അങ്കിളിനെ കാണാൻ വന്നാൽ മതിയോ? നമുക്ക് രണ്ടും കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ഈ താലിയില്ലേ, അത് എനിക്കൊരു പ്രശ്നമുള്ള കാര്യമില്ല, അത് കഴിച്ച് മാറ്റിയാൽ മതി, എൻ്റെ കൂടെ വാ എന്നൊക്കെ പറയുകയാണ്. സുധീഷാണെങ്കിൽ അവനെ നല്ല ഇടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈയിടെ വീട്ടുകാർ തരുന്ന ഇടി ഞാൻ കൊള്ളും, നിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് അടിയും കൊള്ളേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ് അവൻ 5-6 കൊടുക്കുന്നുണ്ട്. നിധിയാണെങ്കിൽ അവനെ ഉണ്ട് കിട്ടട്ടെ എന്ന രീതിയിൽ നിൽക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ ജീപ്പിൽ കയറി പോവുകയാണ്. നിധി പറയാണ്, ഇനി ഞാൻ എവിടെ പോയി പോവും? അച്ഛൻ ഏത് ഹോസ്പിറ്റലാണെന്ന് അറിയത്തില്ലല്ലോ, എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ സുധീഷ് പറയുന്നു, അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ, നമ്മളോട് വലിയ എതിർപ്പില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് പറയണം. അപ്പം പറയാണ്, ഒരു ആൻറ്റി ഉണ്ട്, ആൻറ്റി ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ നിധിയാണെങ്കിൽ ഫോണെടുത്ത് വിളിക്കുമ്പോൾ അങ്ങോട്ട് ചെല്ലാൻ ആൻറ്റി പറയുന്നുണ്ട്. അപ്പോൾ നിധിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. നിധി പറഞ്ഞ, ആൻറ്റി അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞേക്കുന്നതെന്ന് പറയും. അച്ഛൻ ഏത് ഹോസ്പിറ്റലാണെന്ന് ചോദിക്കുന്നത്, അങ്ങനെ നമുക്ക് രണ്ടും കൂടെ പോയൊന്ന് കാണാമായിരുന്നല്ലോ, കാര്യങ്ങളെല്ലാം പറയാമായിരുന്നല്ലോ എന്ന് പറയാണ്. സുധീഷ് എന്തായാലും വരണ്ട, ഞാൻ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, സുധീഷിനെ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ ദേഷ്യമാവത്തേ ഉള്ളൂ എന്ന് നിധി പറയുകയാണ്. ഓ ശരി എന്ന് പറയാണ്. സുധീഷാണെങ്കിൽ ചോദിക്കുകയാണ്, നിധി ഇപ്പം അവരെ അവിടെ തന്നെ താമസിക്കാൻ പോകാമെന്ന്, പിന്നല്ലാതെ ഇനി ഞാൻ സുധീഷിൻ്റെ വീട്ടിലേക്ക് വരത്തില്ല, അവിടെ ആൻറ്റിയുടെ അടുത്ത് താമസിച്ചോളാം, എന്നിട്ട് അച്ഛനെ പതുക്കെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കോളാം എന്ന് നിധി പറയുകയാണ്. അങ്ങനെ ആൻറ്റിയുടെ എത്തിയിട്ട് അകത്തേക്ക് ബാഗൊക്കെ ആയിട്ട് പോയി ഉള്ളിൽ ചെന്ന് ആൻറ്റിയോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് സുധീഷ് പുറത്ത് കാത്തിരിക്കുകയാണ്. എന്താണെന്ന് കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അങ്ങനെ സംസാരിച്ച് തിരിച്ച് വന്നിട്ട് പറയാണ്, സുധീഷേ, ആൻറ്റിയുടെ കൂടെ ഞാനിവിടെ നിൽക്കുകയാണ്, ഇനിയിപ്പോൾ സുധീഷ് പൊക്കോ. അത് കേട്ടപ്പോഴത്തേക്ക് സുധീഷിന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അതെന്താ, ഞാനങ്ങ് പൊക്കോളാൻ പറഞ്ഞേ? അല്ല, ആൻറ്റിയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് കാര്യമെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്, അപ്പോൾ ഇനിയിപ്പോൾ സുധീഷിൻ്റെ ആവശ്യമില്ലല്ലോ, സുധീഷ് ഇത്രയും സഹായം ചെയ്തതിന് നന്ദി എന്ന് നിധി പറയാണ്. അത് കേട്ടപ്പോഴത്തേക്ക് സുധീഷിന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. ഇനി നമ്മൾ തമ്മിൽ കാണത്തില്ലയോ എന്ന് ചോദിക്കുകയാണ്. ഇനി നമ്മൾ കാണേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ പെട്ടെന്ന് ഒരു പരിചയപ്പെട്ട ആൾക്കാരല്ലേ, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, നമ്മൾ പോലും മനസ്സിൽ വിചാരിക്കാത്ത കാര്യം കൈവിട്ടു പോയി, ഇപ്പം വീണ്ടും എല്ലാം തിരിച്ച് കിട്ടാൻ പോവുകയാണ്. ഞാനിനി പതുക്കെ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം, എൻ്റെ ചേട്ടനെയും അമ്മയും അച്ഛനെയും ഒക്കെ, ഇനി ഞാൻ അതിനുള്ള തയ്യാറെടുപ്പില്ല എന്ന് നിധി പറയുകയാണ്. എന്നാൽ സുധീഷ് പൊക്കോ എന്ന് പറയാണ്. അങ്ങനെ നിധി തിരിഞ്ഞ് നടന്നപ്പോഴാണ് ഓർത്തത് സുധീഷിന് ഒത്തിരി പൈസ കൊടുക്കാനുണ്ടല്ലോ. അപ്പോൾ സുധീഷേ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ സുധീഷിന് ഒരു സന്തോഷമാകുന്നുണ്ട് നിധി വീട്ടിൽ വിളിക്കുന്ന കേട്ടപ്പോൾ. അല്ല സുധീഷിന് ഞാൻ ഒത്തിരി പൈസ തരാനില്ലേ, എല്ലാ ചിലവും കൂടെ എത്രയാവും എന്ന് പറയാണ്. അപ്പം സുധീഷ് പറയാണ്, ഞാനൊന്നും കൂട്ടി വെച്ചിട്ടില്ല, അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ, ഇപ്പം കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് സുധീഷ് പറയാണ്. അങ്ങനെ പറ്റത്തില്ല, എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടല്ലേ സുധീഷ്, ഇനി പൈസയും കൂടെ തന്നില്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ, വീട്ടിലെ അവസ്ഥയൊക്കെ ഞാൻ കണ്ടതല്ലേ, ഇപ്പം ഞാൻ പൈസ തരാതിരുന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് സുധീഷിനോട് പറയുകയാണ്. സുധീഷ് ഒന്നും മിണ്ടുന്നില്ല. സുധീഷിനുള്ള സങ്കടമുണ്ട്. അപ്പോഴത്തേക്ക് ദിതി പറയാണ്, ഒരു കാര്യം ചെയ്യാം,
കൈ കിടന്ന ഒരു വള ഊരിയിട്ട് പറയും, ഇന്ന ഈ വള വെച്ചോ, ഇത് കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ പൈസ കിട്ടും, എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധീഷ് എടുത്തോ, അത് കിട്ടുന്ന പൈസ മൊത്തം സുധീഷ് എടുത്തോ, കാരണം എനിക്ക് ഇത്രയും സഹായം ചെയ്തു തന്നില്ലേ, സൂര്യയുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചല്ലേ, അതുകൊണ്ട് തന്നെ ഞാനിതിന് എത്ര രൂപയെന്ന് കണക്കൊന്നും വെക്കുന്നില്ല, ഇത് വിറ്റാൽ കിട്ടുന്ന എത്രയാണെന്ന് വെച്ചാൽ അത് സുധീഷ് എടുത്തോളം പറയാണ്. സുധീഷ് ഒന്നും മിണ്ടുന്നില്ല. സുധീഷ് അത് വാങ്ങിക്കുന്നില്ല. എന്നാൽ സുധീഷെ പിടിച്ചോ എന്ന് പറയാണ്. അല്ല, ഇനി നമ്മൾ തമ്മിൽ ഇനി കാണത്തില്ലേ, നമ്മൾ തമ്മിൽ ഇനി കാണേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് പറയാണ്. അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, പിടിക്ക് സുധീഷേ എന്ന് പറയാണ്. വേണ്ട, അത് കുഴപ്പമില്ല, എനിക്കിത് വേണ്ട, ഇത് പിടിച്ചോ, സുധീഷ് ഇതൊക്കെ ചെയ്തതല്ലേ, സുധീഷിൻ്റെ ജോലിയുടെ പൈസയല്ലേ ഞാൻ തരുന്നത് എന്ന് പറഞ്ഞ് സുധീഷിനെ കൊണ്ട് നിർബന്ധിച്ച് ആ വള പിടിപ്പിക്കുകയാണ്. സുധീഷിന് നല്ല സങ്കടം വരുന്നുണ്ട്. സുധീഷ് ഒരിക്കലും നിധി തൻ്റെ അടുത്ത് നിന്ന് പോകുമെന്ന് വിചാരിച്ചതേ ഇല്ല. ശരി, ബൈ സുധീഷ് എന്ന് പറഞ്ഞ് നിധി അങ്ങ് പോവുകയാണ്. നിധിക്കാണെങ്കിൽ പ്രത്യേകിച്ച് സുധിയോട് ഒരു താല്പര്യമോ അല്ലെങ്കിൽ ഒരു ഇഷ്ടമോ ഒന്നുമില്ല. കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് സുധീഷിനെ കൂട്ടുപിടിച്ചത്. പക്ഷേ സുധീഷാണെങ്കിൽ നിധിയോട് ഒരു സ്നേഹമുണ്ട്. അവരുടെ നേടുന്നത് ഒറിജിനൽ കല്യാണമാണെന്നും സുധീഷിനറിയാം. സുധീഷിൻ്റെ ഭാര്യയാണ് നിധിയാണെന്നും സുധീഷിന് നല്ലോണം അറിയാം. അങ്ങനെ സുധീഷാണെങ്കിൽ സങ്കടത്തോടെ വണ്ടിയിൽ കയറുകയാണ്. വണ്ടിയിൽ കയറിയിട്ട് ആ വള ഇങ്ങനെ നോക്കുവാണ്. സുധീഷ് ആലോചിക്കുകയാണ് നിധിയെ കണ്ടതും നിധിയോട് സംസാരിച്ചതും പരിചയപ്പെട്ടതും നിധിയായിട്ട് ഓടിയതും സൂര്യയിൽ നിന്ന് ഓടിയതും രണ്ടുപേരും കൂടെ പോലീസ് സ്റ്റേഷനിലെത്തിയതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആലോചിക്കുകയാണ്. നന്നായിട്ട് സങ്കടം വരുന്നുണ്ട് സുധീഷിന്. ഇനി എന്ത് ചെയ്യും? ഞാൻ ഈ നടത്തിയത് ഒറിജിനൽ വിവാഹമാണെന്നറിയുമ്പോൾ നിധി എന്നെ വെറുക്കുകയും കൂടെ ചെയ്യുമല്ലോ. ഇപ്പോൾ തന്നെ എൻ്റെ അടുത്ത് നിന്ന് അകന്നു പോയിരിക്കുകയാണ്. ഇനി ആ സത്യം കൂടെ അറിയുമ്പോൾ എന്നെ കൂടുതൽ വെറുക്കുമല്ലോ എന്ന് സുധീഷ് ആലോചിക്കുന്നുണ്ട്. ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് സുധീഷിനെ കാണിച്ചുകൊണ്ടാണ് സ്റ്റോറി ഇരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.